ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രൊഡക്റ്റ് ടോപ്പോളജിയിലായിരുന്നു സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രൊഡക്റ്റ് ടോപ്പോളജി ഡിഫൈൻഡ് ഓൺ ദ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് ടു ടോപ്പോളജിക്കൽ സ്പേസസ്. Now we are going to define what is box topology, and then we will define what is product topology defined on the Cartesian product of a arbitrary number of topological spaces, and then we will compare what is box topology and what is the difference and the similarities between box topology and product topology, both of which are defined on the same set. Now let the collection X alpha, where alpha belongs to A, be an indexed family of topological space, and let us take a basis for a topology on the product, not product space, on the product alpha belongs to A, X alpha. The collection of all, എന്താണ് ബേസിസ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? The collection of all sets of the form. The collection of all sets of the form. In which form? The product over alpha belongs to A, U alpha, where U alpha is open in X alpha for each alpha in A. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ എക്സ് ആൽഫയിലുള്ള ഓരോ ഓപ്പൺ സെറ്റ് യു ആൽഫ കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഇത്തരത്തിൽ എല്ലാ എക്സ് ആൽഫകളിൽ നിന്നും കിട്ടുന്ന ഓപ്പൺ സെറ്റ്സുകളുടെ ക്രോസ് പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്യുക. ഈ ക്രോസ് പ്രൊഡക്ട്സിൻ്റെ കളക്ഷൻ, ഇത്തരത്തിലുള്ള ക്രോസ് പ്രൊഡക്ട്സിൻ്റെ കളക്ഷൻ ബേസിസ് ആയിട്ട് വരുന്ന ടോപ്പോളജി, ആ ടോപ്പോളജീനെയാണ് നമ്മൾ ബോക്സ് ടോപ്പോളജി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ എക്സ് ആൽഫാസ് കൺസിഡർ ചെയ്തു എ ഫാമിലി ഓഫ് topological spaces, and from this X alpha consider an open set U alpha, and then consider the Cartesian product of these open sets, and ഇത്തരത്തിലുള്ള കാർട്ടീഷ്യൻ പ്രൊഡക്ട്സിൻ്റെ കളക്ഷൻ ബേസിസ് ആയിട്ട് വരുന്ന ടോപ്പോളജി ഓൺ ദിസ് പ്രൊഡക്റ്റ് ഈസ് കോൾഡ് ആസ് വാട്ട്? ബോക്സ് ടോപ്പോളജി. ആൻഡ് ഇത് ഇപ്പോൾ നമ്മൾ ആർബിട്രറി കേസിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളിനി ഇത് എ എന്ന് പറയുന്ന ഈ ഒരു ഇൻഡെക്സ്ഡ് സെറ്റ് ഫൈനൈറ്റ് ആവുമ്പോൾ, അല്ലെങ്കിൽ 1 2 എന്ന് പറയുന്ന ഈ ഒരു കേസിലൊന്ന് നമ്മൾക്ക് നോക്കാം. അല്ലെങ്കിൽ വേണ്ട, നമ്മൾക്ക് നെക്സ്റ്റ് എന്താണ് വരുന്നത്? നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പ്രൊഡക്റ്റ് ടോപ്പോളജി ഡിഫൈൻ ചെയ്യും. ഓക്കെ, പ്രൊഡക്റ്റ് ടോപ്പോളജി ഡിഫൈൻ ചെയ്യാം, എന്നിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ പ്രൊഡക്റ്റ് ടോപ്പോളജി ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വൺ മോർ തിങ് എന്താണ്? നമ്മളിവിടെ ബേസിസ് ആയിട്ട് വരുന്ന ഈ ടോപ്പോളജി, ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കളക്ഷൻ ബേസിസ് ആയിട്ട് വരുന്ന ടോപ്പോളജിയാണ് ബോക്സ് ടോപ്പോളജി എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊരു ബേസിസ് ആണോ എന്ന് നമ്മൾക്ക് ചെക്ക് ചെയ്യണമല്ലോ. അതൊന്നുമില്ല, നമ്മൾ മുൻപേ ചെക്ക് ചെയ്ത അതേ കണക്ക് തന്നെ. അതായത് ഇൻഡെക്സ്ഡ് സെറ്റ് 2 ആവുന്ന കേസ് എന്ന് പറയുന്നത് നമ്മൾക്ക് എന്ത് കിട്ടും? സെയിം ടു ദ പ്രൊഡക്റ്റ് ടോപ്പോളജി ഓൺ ദ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ക്രോസ് വൈ ആയിട്ട് കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെയും അതൊന്ന് ചെക്ക് ചെയ്യാം. when we try to prove this as a basis, അപ്പോൾ നമുക്ക് എന്തൊക്കെയായിരുന്നു കണ്ടീഷൻ? ഒരു സെറ്റ് ബേസിസ് ആണെങ്കിൽ അതിലുള്ള ആ ബേസിസിലുള്ള എല്ലാ എലമെൻറ്റ്സും ഓപ്പൺ സെറ്റ്സ് ആയിരിക്കണം. അതിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തായിരിക്കണം? വിച്ച് മസ്റ്റ് ബി ദ ഹോൾ സെറ്റ്, ഹോൾ സ്പേസ്. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ എന്തായിരുന്നു? ഏത് രണ്ട് ബേസിസ് എലമെൻറ്റ്സിൻ്റെ യൂണിയൻ ഇൻ്റർസെക്ഷൻ എടുത്താലും ആ ഇൻ്റർസെക്ഷന് നമ്മൾക്ക് ബേസിസിലുള്ള എലമെൻറ്റ്സിൻ്റെ യൂണിയനായിട്ട് എഴുതാൻ സാധിക്കണം. ഇത്രയും കാര്യങ്ങളായിരുന്നു വരുന്നുണ്ടായിരുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ ഈച്ച് ആൽഫ ഇൻ എ എക്സ് ആൽഫ ഈസ് ഓപ്പൺ ഇൻ എക്സ് ആൽഫ ആണല്ലോ. ഏത് ഇൻഡെക്സ് സെറ്റിൽ നിന്ന് ഏതൊരു ആൽഫ എടുത്തു കഴിഞ്ഞാൽ എക്സ് ആൽഫ എന്ന് പറഞ്ഞാൽ എക്സ് ആൽഫയിൽ തന്നെ ഓപ്പൺ ആണ്. അപ്പം നമ്മൾക്ക് എന്ത് കിട്ടി? ആൽഫ ബിലോങ്സ് ടു എ ആൽഫ ബിലോങ്സ് ടു എ എക്സ് ആൽഫ എന്ന് പറയുന്നത് എന്തായിത്തീരും?
ആ ബേസിസിൽ, ആ പറഞ്ഞിരിക്കുന്ന ബേസിസിലുള്ള ഒരു എലമെൻ്റാണ്. സോ അതുകൊണ്ട് തന്നെ ബേസിസിലുള്ള എല്ലാ എലമെൻസിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ഒരു എലമെൻറ്റ് ആ ഹോൾ സ്പേസ് വരുന്നത് കൊണ്ട് യൂണിയൻ എന്തായിരിക്കും? ദ സെയിം പ്രൊഡക്റ്റ് ആയിരിക്കും. നൗ സെക്കൻഡ് കണ്ടീഷന് വേണ്ടിയിട്ട് ഫോർ എനി ടു ബേസിസ് എലമെൻറ്റ്, നമ്മൾ രണ്ട് ബേസിസ് എലമെൻറ്റ്സ് കൺസിഡർ ചെയ്തു. ഓക്കെ, പ്രൊഡക്റ്റ് ആൽഫ ബിലോങ്സ് ടു എ യു ആൽഫ ആൻഡ് പ്രൊഡക്റ്റ് ആൽഫ ബിലോങ്സ് ടു എ വി ആൽഫ. ഇത് രണ്ടും കൺസിഡർ ചെയ്തു. നൗ കൺസിഡർ ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദീസ് ടു ബേസിസ് എലമെൻറ്റ്സ്. ഇപ്പോൾ ഈ ഇൻ്റർസെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾക്ക് അവിടെ നമ്മൾ ഇൻഡെക്സ്ഡ് കേസ് എക്സ് ക്രോസ് വൈയിൽ പ്രൂവ് ചെയ്തതുപോലെ തന്നെ ഈ ഒരു ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? പ്രൊഡക്റ്റ് ഓവർ ആൽഫ ബിലോങ്സ് ടു എ യു ആൽഫ ഇൻ്റർസെക്ഷൻ വി ആൽഫയ്ക്ക് ഈക്വലാണ്. സോ ഇറ്റ് ഈസ് എ ബേസിസ് എലമെൻറ്റ്. അപ്പോൾ ഇതെന്തായി? ഈ ഇൻ്റർസെക്ഷൻ ഇപ്പോൾ എടുത്തപ്പോൾ കിട്ടിയത് തന്നെ ഒരു ബേസിസ് എലമെൻ്റ് ആണ്. സോ നമ്മൾക്കിനി യൂണിയൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്താണ്? ഒന്നുമില്ലല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്, കിട്ടിയില്ലേ? ഹെൻസ് ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നത് കൊണ്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു കളക്ഷൻ ഈ സ്പേസിൽ ഡിഫൈൻ ചെയ്ത ഒരു ടോപ്പോളജിയുടെ ബേസിസ് ആയിരിക്കും. സോ നമ്മൾക്ക് ബോക്സ് ടോപ്പോളജി ഡിഫൈൻഡ് ആണ്. നൗ കൺസിഡർ പ്രൊജക്ഷൻ മാപ്പ്. Now consider the projection map pi beta from the product over alpha in A x alpha to x beta onto x beta. Okay. For each beta in A which is defined by pi beta of x is equal to x beta, where x beta is the beta the coordinate of x. നമ്മൾ മുൻപേ ഡിഫൈൻ ചെയ്തത് ഒന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രം, കൂടുതലൊന്നുമില്ല. Now we are going to define the product topology on the Cartesian product of arbitrary number of topological spaces. ഇപ്പോൾ ഡെഫിനിഷൻ നോക്കുക. ബോക്സ് ടോപ്പോളജി എന്തായിരുന്നു എന്നത് കറക്റ്റ് മൈൻഡിൽ വെക്കുക. നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് ടോപ്പോളജിയാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ദ പ്രൊഡക്റ്റ് ടോപ്പോളജി ഓർ ടിക്നോഫ് പ്രൊഡക്റ്റ് ടോപ്പോളജി. പ്രൊഡക്റ്റ് ടോപ്പോളജി അല്ലെങ്കിൽ എന്താണ്? ടിക്നോഫ് പ്രൊഡക്റ്റ് ടോപ്പോളജി എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് ഡിഫൈൻഡ് ഓൺ the Cartesian product of x alphas and is the topology having as a basis all sets of the form. അതിൻ്റെ ബേസിസ് എലമെൻറ്റ്സ് ആണ്. ബോക്സ് ടോപ്പോളജി ഡിഫൈൻ ചെയ്തതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് ടോപ്പോളജിയും അതിൻ്റെ ബേസിസ് ഏതാണെന്ന് പറഞ്ഞിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസ് എലമെൻറ്റ്സ് ഏത് ഫോമിലായിരിക്കും ഉണ്ടാവുക? ദ പ്രൊഡക്റ്റ് ഓവർ ആൽഫ ഇൻ എ യു ആൽഫ. ഇത് തന്നെയല്ലേ നമ്മൾ ബോക്സ് ടോപ്പോളജിയിലും കണ്ടത്. ഈ ബോക്സ് ടോപ്പോളജി നമ്മളിങ്ങനെയല്ലേ ഡിഫൈൻ ചെയ്തത്. പക്ഷേ ഇനിയും ബാക്കിയുണ്ട്, നോക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ പ്രൊഡക്റ്റ് ഓവർ ആൽഫ ഇൻ എ യു ആൽഫ വേർ ഫോർ ഈച്ച് ആൽഫ ഇൻ എ യു ആൽഫ ഈസ് ഓപ്പൺ ഇൻ എക്സ് ആൽഫ. ഇവിടം വരെ നമ്മൾക്ക് എന്താണ്? ബോക്സ് ടോപ്പോളജിയുടെ അതേ ടേമാണ് വന്നത്. ആൻഡ് പ്രൊഡക്റ്റ് ടോപ്പോളജി എന്താണ് ഡിഫറെൻ്റ് ആക്കുന്നത് നോക്കാം. ആൻഡ് യു ആൽഫ ഈക്വൽ ടു എക്സ് ആൽഫ ഫോർ ഓൾ ബട്ട് ഫൈനൈറ്റ്ലി മെനി കോർഡിനേറ്റ്സ്. ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻഡിസസിനൊഴികെ ബാക്കി എല്ലാത്തിനും എക്സ് ആൽഫ ഈക്വൽ ടു യു ആൽഫ ഈക്വൽ ടു എക്സ് ആൽഫ ആയിരിക്കണം. അതാണ് ബോക്സ് ടോപ്പോളജിയും പ്രൊഡക്റ്റ് ടോപ്പോളജിയും തമ്മിലുള്ള ഡിഫറൻസ്. എന്താണ്? ഇങ്ങനെ നമ്മൾ ബേസിസ് എലമെൻറ്റ് ഡിഫൈൻ ചെയ്തതിൽ ഈ യു ആൽഫസ് എങ്ങനെയായിരിക്കണം? ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സിനൊഴികെ, ഓപ്പൺ സെറ്റ്സിനൊഴികെ ബാക്കി എല്ലാത്തിനും യു ആൽഫ എന്ന് പറയുന്നത് എക്സ് ആൽഫയ്ക്ക് ഈക്വലായിട്ട് തന്നെ വരണം. ദാറ്റ് ഈസ് കോൾഡ് ആസ് the topology generated by these basis elements is called as product topology or Tikhonov product topology. And നമ്മൾക്ക് ഇതിനൊരു വൺ മോർ ഡെഫിനിഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഓക്കെ, ലെറ്റ് എസ് ബീറ്റ ഡിനോട്ട് ദ കളക്ഷൻ. എസ് ബീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? ദ പൈ ബീറ്റ ഇൻവേഴ്സ് ഓഫ് യു ബീറ്റ where u beta is open in x beta. എന്താ ചെയ്തിരിക്കുന്നത്? നമ്മൾ പ്രൊജക്ഷൻ മാപ്പ് പൈ ബീറ്റ കൺസിഡർ ചെയ്തു. ആൻഡ് എക്സ് ബീറ്റയിലുള്ള ഓരോ ഓപ്പൺ സെറ്റ്സിൻ്റെയും ഇൻവേഴ്സ് ഇമേജിൻ്റെ കളക്ഷൻ എസ് ബീറ്റ എടുത്തു. ഓക്കെ, അപ്പോൾ എസ് ബീറ്റ കിട്ടിയിട്ടുണ്ട്. ഇനി എസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെറ്റ് ഡിഫൈൻ ചെയ്യുന്നു. എസ് എന്താണ്? ദ യൂണിയൻ ഓഫ് ഓൾ ദീസ് എസ് ബീറ്റാസ്.
നോക്കുക, നമ്മൾ എക്സ് ക്രോസ് വൈയിൽ പ്രൊഡക്റ്റ് ടോപ്പോളജി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആ പ്രൊഡക്റ്റ് ടോപ്പോളജി ഡിഫൈൻ ചെയ്ത സമയത്ത് നമ്മളവിടെ എസ് എന്ന് പറയുന്നൊരു സെറ്റ് എന്താണെന്ന് പറഞ്ഞു? ആ പ്രൊഡക്റ്റ് ടോപ്പോളജിയുടെ സബ് ബേസിസ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇതുപോലെ തന്നെയല്ലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. 2 സെറ്റ്സുകളുടെ യൂണിയൻ ആയിട്ടായിരുന്നു എഴുതിയത് എസിനെ. ഫസ്റ്റ് സെറ്റ് എന്തായിരുന്നു? π1ൻ്റെ ഇൻവേഴ്സ് ഇമേജസ് അല്ല, ഓപ്പൺ സെറ്റ്സിൻ്റെ ഇൻവേഴ്സ് ഇമേജസ് അണ്ടർ ദ മാപ്പ് π1. സെക്കൻഡിൽ എന്തായിരുന്നു? ഓപ്പൺ സെറ്റ്സിൻ്റെ ഇൻവേഴ്സ് ഇമേജസ് അണ്ടർ വാട്ട്? π2. അതുപോലെ തന്നെ അവിടെ 2 സെറ്റേ ഉള്ളൂ, 2 ടോപ്പോളജിക്കൽ സ്പേസേ ഉള്ളായിരുന്നു. പക്ഷേ ഇവിടെ എത്ര ഉണ്ട്? ആർബിട്രറി നമ്പർ ഓഫ് ടോപ്പോളജിക്കൽ സ്പേസസ് ഉണ്ട്. ഫൈനൈറ്റ് ആവാം, കൗണ്ടബിൾ ഇൻഫൈനൈറ്റ് ആവാം, അൺകൗണ്ടബിൾ ആവാം, എന്തും ആവാം. അങ്ങനെ ഓരോ എസ് ബീറ്റാസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ യൂണിയനാണ് എസ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഡെഫിനിഷൻ 2-ൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ദ ടോപ്പോളജി ജനറേറ്റഡ് ബൈ ദ സബ് ബേസിസ് എസ്. ഈ എസ് ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജീനെയാണ് കോൾഡ് ദ പ്രൊഡക്റ്റ് ടോപ്പോളജി. ഇത് സബ് ബേസിസ് ആയിട്ട് വരുന്ന ടോപ്പോളജീനാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? പ്രൊഡക്റ്റ് ടോപ്പോളജി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദിസ് സ്പേസ് ഈസ് കോൾഡ് ആസ് പ്രൊഡക്റ്റ് സ്പേസ്. അപ്പോൾ നോക്കുക, നമ്മൾ ഒരേ ടോപ്പോളജിക്ക് തന്നെ 2 ഡെഫിനിഷൻ. ഫസ്റ്റ് ഡെഫിനിഷൻ എന്തായിരുന്നു? ബേസിസ് എലമെൻ്റ് എന്താണെന്ന് പറഞ്ഞു. സെക്കൻഡ് ഡെഫിനിഷനിൽ എന്താണ്? സബ് ബേസിസ് എന്താണെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾക്ക് ഈ രണ്ടും ഒരേ സ്പേസ് ഇപ്പോൾ രണ്ട് ഡെഫിനിഷനായിട്ടാണ് ഉള്ളത്. പക്ഷേ വി നീഡ് ടു പ്രൂവ് ദാറ്റ് ദീസ് 2 ടോപ്പോളജിക്കൽ സ്പേസസ് ആർ സെയിം അല്ലേ? ഈ 2 ടോപ്പോളജിക്കൽ സ്പേസസും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി വി നീഡ് ടു പ്രൂവ് ദീസ് 2 ആർ ഈക്വലൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ? 2 സ്റ്റേറ്റ്മെൻറ്റ് ഒരേ ടോപ്പോളജിക്ക് 2 ഡെഫിനിഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഡെഫിനിഷൻ ഈക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറ്റ് ഈസ് ഇനഫ് ടു പ്രൂവ് ദാറ്റ് ദ എസ് ഫോംസ് എ സബ് ബേസിസ് ഫോർ ദ പ്രൊഡക്റ്റ് ടോപ്പോളജി ആൻഡ് വിച്ച് ഈസ് ഡിഫൈൻഡ് ഇൻ ഡെഫിനിഷൻ 1. ഫസ്റ്റ് ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്ന ആ സബ് ബേസിസ് സെക്കൻഡ് ഡെഫിനിഷനിലുള്ള ടോപ്പോളജിയുടെ സബ് ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ it is enough to prove that those 2 topologies are equal. 2 ഡെഫിനിഷനിലും വരുന്ന ടോപ്പോളജിക്കൽ ഡിഫറെൻറ്റ് നൊട്ടേഷൻ കൊടുക്കുക. എന്നിട്ട് അറ്റ് ലാസ്റ്റ് ഈ 2 ടോപ്പോളജിയും ഈക്വൽ ആണെന്നങ്ങ് പ്രൂവ് ചെയ്ത് വെച്ചാൽ മതി. സപ്പോസ് ടോ ബി ദ ടോപ്പോളജി വിച്ച് ഈസ് ഡിഫൈൻഡ് ഇൻ ഡെഫിനിഷൻ 1 ആൻഡ് ടോ ഡാഷ് ബി ദ ടോപ്പോളജി വിച്ച് ഈസ് ഡിഫൈൻഡ് ഇൻ ഡെഫിനിഷൻ 2. നമ്മൾ 2 ടോപ്പോളജിക്കൽ സ്പേസസ് കൺസിഡർ ചെയ്യുന്നു. ഫസ്റ്റ് ടോപ്പോളജി എന്ന് പറയുന്നത് അത് ഡെഫിനിഷൻ 1-ലുള്ള ടോപ്പോളജിനെ ടോ എന്നും ഡെഫിനിഷൻ 2-ലുള്ള ടോപ്പോളജിനെ ടോ ഡാഷ് എന്നും ഡിനോട്ട് ചെയ്യുന്നു. വി നോ ദാറ്റ്. പിന്നെ നമ്മൾക്ക് ഇത് അറിയുന്നൊരു കാര്യമാണ്. പൈ ബീറ്റ ഇൻവേഴ്സ് ഓഫ് യു ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? which is the product of alpha in a u alpha ആണ്. where u alpha equal to x alpha for all but alpha not equal to beta. alpha not equal to നമ്മളിപ്പം എക്സ് ക്രോസ് വൈയിൽ പറഞ്ഞിട്ടില്ലായിരുന്നോ? എക്സ് ക്രോസ് വൈയിൽ എങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ട്? എക്സിൻ്റെ ഒരു ഓപ്പൺ സെറ്റ് യു എടുത്തു കഴിഞ്ഞാൽ π1 ഇൻവേഴ്സ് ഓഫ് യു എന്ന് പറയുന്നത് എന്തായിരുന്നു? യു ക്രോസ് വൈ ആയിരുന്നു അല്ലേ? ഫസ്റ്റ് കോർഡിനേറ്റിൽ നിന്നെടുത്ത ഓപ്പൺ സെറ്റ് ആയതുകൊണ്ട് ആ ഓപ്പൺ സെറ്റിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എടുക്കുമ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് ആയിട്ട് യു തന്നെ വരും. സെക്കൻഡ് വൺ എന്താണ്? ദ ഹോൾ സ്പേസുള്ള സെക്കൻഡ് കോർഡിനേറ്റ് വരും. അതുപോലെ ഇവിടെ എന്താണ്? പൈ ബീറ്റ ഇൻവേഴ്സ് ഓഫ് യു ബീറ്റ എന്ന് പറയുന്നതും പ്രൊഡക്റ്റ് സ്പേസ് ഒരു പ്രൊഡക്റ്റ് ഓഫ് ഓപ്പൺ സെറ്റ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ അതിലൊരു കാര്യമുണ്ട്. എന്താണ്? ആ ബീറ്റാത്ത് കോർഡിനേറ്റ് എന്ന് പറയുന്നത് യു ബീറ്റ തന്നെയായിരിക്കും. റിമൈനിങ് എല്ലാം തന്നെ എക്സ് ആൽഫാസ് ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾക്ക് ഓൾറെഡി അറിയുന്ന ഈ ഒരു കേസിൽ നിന്നൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുത്താൽ മതി. സെയിം വേ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നോക്കുക, നമ്മൾക്ക് നോക്കിക്കേ എവിടെ ഇങ്ങനെ വന്നു.
ഇനി നോക്കിക്കേ, ഈ പറഞ്ഞിരിക്കുന്നതിൽ ഒരൊറ്റ എലമെൻറ്റ് ബീറ്റാത്ത് കോർഡിനേറ്റ് ഒഴികെ ബാക്കിയെല്ലാം എക്സ് ആൽഫ തന്നെയാണ് വരുന്നത്. ബീറ്റാത്ത് കോർഡിനേറ്റ് യു ബീറ്റയാണ്. ആ യു ബീറ്റ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എടുത്തതിൽ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സിന് ഒഴികെ ബാക്കി എല്ലാത്തിനും എക്സ് ആൽഫ തന്നെയാണ് ക്രോസ് പ്രൊഡക്റ്റിൽ വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾക്ക് എന്തായിട്ട് വരുന്നത്, ആ പ്രൊഡക്റ്റ് സ്പേസിൻ്റെ പ്രൊഡക്റ്റ് ടോപ്പോളജിയുടെ ബേസിസ് എലമെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതെന്തിന് ഈക്വലാണെന്ന് കിട്ടി, പൈ ബീറ്റ ഇൻവേഴ്സ് ഓഫ് യു ബീറ്റയ്ക്ക്. അപ്പോൾ എന്താണ് ഈ പൈ ബീറ്റ ഇൻവേഴ്സ് ഓഫ് യു ബീറ്റ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരിക്കണം, ഡെഫിനിഷൻ 1ലുള്ള ടോപ്പോളജിയിൽ ഉണ്ടായിരിക്കണം. സോ പൈ ബീറ്റ ഇൻവേഴ്സ് ഓഫ് യു ബീറ്റ ബിലോങ്സ് ടു ടോ for all beta and for any open set u beta in x beta. എക്സ് ബീറ്റയിലുള്ള ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും ആൻഡ് ഏതൊരു ഇൻഡെക്സ് ബി എടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് ആ പൈ ബീറ്റ ഇൻവേഴ്സ് ഓഫ് യു ബീറ്റാസ് ഒക്കെ എവിടെ ഉണ്ടായിരിക്കും, ടോയിലുണ്ടായിരിക്കും. അതായത് ഇത്തരത്തിലുള്ള എല്ലാ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് എസ് ബീറ്റ തന്നെ ടോയിൽ കണ്ടെയ്ൻഡ് ആണെന്ന് പറയാം. ഇത്തരത്തിലുള്ള എസ് ബീറ്റകളുടെ യൂണിയനാണ് നമ്മൾക്ക് എന്ത് എസ് എന്ന് പറയുന്നത്. അപ്പോൾ എസ് ബീറ്റ എല്ലാം തന്നെ ടോയിലുള്ളത് കൊണ്ട് ഈ യൂണിയനും എവിടെ ഉണ്ടായിരിക്കും, ടോയിലുണ്ടായിരിക്കണം. കാരണം എന്താണ്, ഒരു ടോപ്പോളജിയാണ്. ടോയിലുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെയും ആർബിട്രറി യൂണിയൻ എസ് ബി ടി ഒക്കെ ടോപ്പോളജിയിലുണ്ട്. അപ്പോൾ ഈ എസ് ബി ടിൻ്റെ യൂണിയൻ ടോയിലുണ്ട്, അത്ര ടോയിൽ കണ്ടെയ്ൻഡ് ആണ്. ഞാനൊരു കൺഫ്യൂഷനാക്കി, ഒന്നുകൂടി പറയാവേ. ഈ എസ് ബീറ്റ എന്ന് പറയുന്നത് ഓൾറെഡി ടോയിൽ കണ്ടെയ്ൻഡ് ആണ് ഫോർ എനി ബീറ്റ. അങ്ങനെയാണെങ്കിൽ ബീറ്റ ബിലോങ്സ് ടു എ എസ് ബീറ്റ എന്തിൽ കണ്ടെയ്ൻഡ് ആണ്, ടോയിൽ കണ്ടെയ്ൻഡ് ആണ്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എസ് ആണ്. സോ എസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ടോ. അത്രയേ ഉള്ളൂ. ഇവിടെ ടോപ്പോളജീൻ്റെ ഒന്നും വേണ്ട, സെറ്റ് തിയറിൻ്റെ കാര്യം മാത്രം മതി. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി, എസ് തന്നെ ടോയിൽ കണ്ടെയ്ൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എസ് ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജി ടോയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കത്തില്ലേ. സോ ടോ ഡാഷ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ടോ. അപ്പോൾ നമുക്ക് ഒരു വൺ സൈഡ് ഇൻക്ലൂഷൻ കിട്ടി. ഇനി സെക്കൻഡ് സൈഡ് ഇൻക്ലൂഷൻ പ്രൂവ് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് കൺസിഡർ ദ ബേസിസ് എലമെൻറ്റ്. അതായത് ഫസ്റ്റ് ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പോളജി ആയ ടോ ഡാഷിൽ കണ്ടെയ്ൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ടോയുടെ എല്ലാ ബേസിസ് എലമെൻറ്റ്സും ടോ ഡാഷിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ടോയിലുള്ള ഒരു ബേസിസ് എലമെൻറ്റ് എടുക്കുന്നു. ദ പ്രൊഡക്റ്റ് ഓവർ ആൽഫ ഇൻ എ യു ആൽഫ. എങ്ങനെയായിരിക്കണം ഇത് ബേസിസ് എലമെൻ്റ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്, യു ആൽഫ ഈക്വൽ ടു എക്സ് ആൽഫ ഫോർ ഓൾ ബട്ട് ഫൈനൈറ്റ്ലി മെനി ആൽഫ. അപ്പോൾ ഇത് ഈ നോട്ട് ഈക്വൽ യു ആൽഫ നോട്ട് ഈക്വൽ ടു എക്സ് ആൽഫ ആയിട്ട് വരുന്ന ആ ഇൻഡിസസ് കൺസിഡർ ചെയ്യുക. ലെറ്റ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n ആർ ദ ഇൻഡിസസ് ഫോർ വിച്ച് യു ആൽഫ നോട്ട് ഈക്വൽ ടു എക്സ് ആൽഫ. ഇത് രണ്ടും നോട്ട് ഈക്വൽ ആയിട്ട് വരുന്ന ഇൻഡിസസ് ഇതെല്ലാമാണെന്ന് കരുതുക. ഇനി ഈ പ്രൊഡക്റ്റിൻ്റെ അകത്ത് നമ്മൾക്ക് എല്ലാം നമ്മൾ കാർഡിനാലിറ്റി 2, അതായത് എക്സ് ക്രോസ് വൈയിൽ വരുന്ന രീതിയിൽ എക്സ് ക്രോസ് വൈയിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു അതിൻ്റെ തന്നെ ജനറൽ കേസായിട്ടാണ് നമ്മൾക്ക് ആർബിട്രറി കേസിലോട്ട് വരുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് യു ക്രോസ് വി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരുന്നു, പൈ 1 ഇൻവേഴ്സ് ഓഫ് യു ഇൻ്റർസെക്ഷൻ പൈ 2 ഇൻവേഴ്സ് ഓഫ് വിക്ക് ഈക്വൽ ആയിരുന്നില്ലേ. അതുപോലെ തന്നെ ഇവിടെയും എന്ത് വരും, ദ പ്രൊഡക്റ്റ് ഓവർ ആൽഫ ബിലോങ്സ് ടു എ യു ആൽഫ എന്ന് പറയുന്നത് നമ്മൾക്ക് നോക്കുക. ഇവിടെ ഏതെല്ലാം ഇൻഡിസസിന് നോട്ട് ഈക്വൽ ആയിട്ട് വരുന്നോ ആ ഇൻഡിസസിൻ്റെ എല്ലാം എന്തെടുക്കുക, ആ ഇൻഡിസസിൻ്റെ എല്ലാം ഇൻഡിസസിനെല്ലാം കറസ്പോണ്ടിങ് യു ആൽഫ ഐസ് എടുക്കുക. അതിൻ്റെ ഇൻവേഴ്സ് ഇമേജസിൻ്റെ ഇൻ്റർസെക്ഷൻ ആയിരിക്കും ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്ത് കിട്ടി, ദ പ്രൊഡക്റ്റ് ഓവർ ആൽഫ ഇൻ എ യു ആൽഫ എന്ന് പറയുന്നത് എവിടെ ഉണ്ടെന്ന് കിട്ടി, ടോ ഡാഷിലുണ്ടെന്ന് കിട്ടി. കാരണം എന്താണ്, ഈ ഫോമിലുള്ള എലമെൻറ്റ്സ് ഒക്കെ ടോ ഡാഷിലുണ്ട്. ടോ ഡാഷ് ടോപ്പോളജി ആയതുകൊണ്ട് അതിൻ്റെ ഇൻ്റർസെക്ഷൻസും ഫൈനൈറ്റ് ഇൻ്റർസെക്ഷനും ടോ ഡാഷിലുണ്ടായിരിക്കും. ആൻഡ് ദിസ് ഇൻ്റർസെക്ഷൻ ഇസ് ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓവർ ആൽഫ ഇൻ എ യു ആൽഫ. ദെർഫോർ ദിസ് പ്രൊഡക്റ്റ് ബിലോങ്സ് ടു ടോ ഡാഷ്. അപ്പോൾ ടോയിലുള്ള ഒരു എലമെൻ്റ് എടുത്തു, അത് ടോ ഡാഷിൽ കണ്ടെയ്ൻഡ് ആണെന്ന് കിട്ടി. ടോയെ ജനറേറ്റ് ചെയ്യുന്ന ഒരു ബേസിസ് എലമെൻ്റ് എടുത്തു, അത് ടോ ഡാഷിൽ ഉണ്ടെന്ന് കിട്ടി.
സോ ആ ബേസിസ് എലമെൻറ്റ്സ് മൊത്തം ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജിയും ടോ ഡാഷിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും അല്ലേ. So tau is contained in tau dash, and from these two inclusion we can say that tau equal to tau dash. അപ്പോൾ പ്രൊഡക്റ്റ് ടോപ്പോളജി എന്ന് നമ്മൾ രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്തു. ഈ രണ്ട് ഡെഫിനിഷനും ഇക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. ആൻഡ് വാട്ട് ഈസ് എ പ്രൊഡക്റ്റ് ടോപ്പോളജി ഓൺ ദ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ഇൻ എ എക്സ് ആൽഫ. എന്താണ് നമ്മൾ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ബിലോങ്സ് ടു എ u alpha consider here, where u alphas are the open sets in x alpha with one condition. എന്താണ് u alpha is equal to x alpha for all but finitely many alphas, and these elements basis ആയിട്ട് വരുന്ന ടോപ്പോളജിയാണ് നമ്മൾ പ്രൊഡക്റ്റ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇനി ഡെഫിനിഷൻ 1-ൽ നിന്ന് നമ്മൾക്ക് എന്തും കിട്ടി, ഈ പ്രൊഡക്റ്റ് ടോപ്പോളജിൻ്റെ ഒരു സബ് ബേസിസ് ആണ് നമ്മൾ ആ എടുത്തിരിക്കുന്ന എസ് എന്ന് പറയുന്ന സെറ്റ്. പ്രൊജക്ഷൻ മാപ്പ് പ്രകാരം എല്ലാ ഓപ്പൺ സെറ്റ്സിൻ്റെയും ഓരോ എക്സ് ബീറ്റാസിലുള്ള ഓപ്പൺ സെറ്റ്സിൻ്റെയും ഇൻവേഴ്സ് ഇമേജസ് കൺസിഡർ ചെയ്യാം. ആ ഇൻവേഴ്സ് ഇമേജസിൻ്റെ എല്ലാം തന്നെ കളക്ഷൻ, എല്ലാ ബീറ്റാസിലുള്ള കളക്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ സെറ്റ് പ്രൊഡക്റ്റ് ടോപ്പോളജിയുടെ സബ് ബേസിസ് ആയിരിക്കും. ഓക്കെ, ആൻഡ് if A is finite, then product topology and box topology are same. A finite ആണെങ്കിൽ, ഈ ഒരു ഇൻഡെക്സ്ഡ് സെറ്റ് ഫൈനൈറ്റ് ആണെങ്കിൽ ബോക്സ് ടോപ്പോളജിയും പ്രൊഡക്റ്റ് ടോപ്പോളജിയും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾക്ക് രണ്ട് ടോപ്പോളജിക്കൽ സ്പേസസിൻ്റെ പ്രൊഡക്ട്സ് കൺസിഡർ ചെയ്തപ്പോൾ അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പ്രൊഡക്റ്റ് ടോപ്പോളജിയും ആൻഡ് ബോക്സ് ടോപ്പോളജി നമ്മൾ ഡിഫൈൻ ചെയ്ത് വന്നതും രണ്ടും ഈക്വൽ ആവാനുള്ള കാര്യം. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? നമ്മൾ ബേസിസ് എലമെൻറ്റ്സിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളത് ബോക്സ് ടോപ്പോളജിയിലും പ്രൊഡക്റ്റ് ടോപ്പോളജിയിലും. ആൻഡ് ആ ബോക്സ് ടോപ്പോളജിയിൽ ആക്ച്വലി നമ്മൾക്ക് വരുന്നത് എങ്ങനെയാണ്? ബോക്സ് ടോപ്പോളജിയിൽ നമ്മൾക്ക് എക്സ് ആൽഫയിൽ നിന്ന് ഏത് ഓപ്പൺ സെറ്റ് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. ആൻഡ് ഇത്തരത്തിലുള്ള എല്ലാ ഓപ്പൺ സെറ്റ്സിൻ്റെയും ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ ബേസിസ് ആയിട്ട് വരുന്നതാണ് ബോക്സ് ടോപ്പോളജി. പക്ഷേ പ്രൊഡക്റ്റ് ടോപ്പോളജിയിൽ എന്താണ്, നമ്മൾ ഇതുപോലെ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്, പക്ഷേ അതിലൊരു കണ്ടീഷൻ ഉണ്ട്. യു ആൽഫ ഈക്വൽ ടു എക്സ് ആൽഫ ഫോർ ഓൾ ബട്ട് ഫൈനൈറ്റ്ലി മെനി ആൽഫാസ് ആയിരിക്കണം. അതായത് യു ആൽഫ നോട്ട് ഈക്വൽ ടു എക്സ് ആൽഫ ആയിട്ട് വരുന്ന ഇൻഡിസസ് ഫൈനൈറ്റ് നമ്പർ മാത്രമേ ആവാൻ പാടുള്ളൂ. ആൻഡ് എ ഫൈനൈറ്റ് ആണെങ്കിൽ പിന്നെ രണ്ടും സെയിം തന്നെയല്ലേ വരിക അല്ലേ? അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ബോക്സ് ടോപ്പോളജിയും പ്രൊഡക്റ്റ് ടോപ്പോളജിയും ഇൻഡെക്സ് സെറ്റ് ഫൈനൈറ്റ് ആണെങ്കിൽ അത് രണ്ട് ടോപ്പോളജിക്കൽ സ്പേസും സെയിം ആണ്. ആൻഡ് ആ ഒരു ടോപ്പോളജിക്കൽ സ്പേസിൽ ഇൻഡെക്സ്ഡ് സെറ്റ് കൗണ്ടബിളി ഇൻഫൈനൈറ്റോ അല്ലെങ്കിൽ അൺകൗണ്ടബിളോ ആവുന്ന നേരം നമ്മൾക്ക് ഈ രണ്ട് സ്പേസസും ഈക്വൽ അല്ല. പ്രൊഡക്റ്റ് ടോപ്പോളജിയും ബോക്സ് ടോപ്പോളജിയും ഒരിക്കലും ഈക്വൽ ആവില്ല. അത് ഈക്വൽ ആവുന്നത് എപ്പോൾ മാത്രമാണ്? ഈ ഇൻഡെക്സ്ഡ് സെറ്റ് ഫൈനൈറ്റ് ആവുന്ന കേസിൽ മാത്രമാണ്. നമ്മൾ ഈ ഒരു പ്രൊജക്ഷൻ മാപ്സിനെ കുറിച്ചെല്ലാം കുറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് തിയർ എന്താണ് പറയുന്നത് നോക്കാം. ഇഫ് ദ പ്രൊഡക്റ്റ് സ്പേസ് is non-empty, then each mapping pi beta from this product to x beta is an open continuous mapping onto x beta. നമ്മൾക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എല്ലാ പ്രൊജക്ഷൻ മാപ്സും ഈ ഒരു പ്രൊഡക്റ്റ് സ്പേസ് നോൺ എംപ്റ്റി ആണെങ്കിൽ എല്ലാ പ്രൊജക്ഷൻ മാപ്സും ഓപ്പണും കണ്ടിന്യൂസും ഓൺ ടുവുമാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വൺ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാം. പൈ ബീറ്റ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റ് എക്സ് ബീറ്റ ബിലോങ്സ് ടു ദ കോഡൊമെയിൻ എക്സ് ബീറ്റ ആൻഡ് കൺസിഡർ എൻ എക്സ് ഇൻ ദിസ് പ്രൊഡക്റ്റ് സച്ച് ദാറ്റ് എക്സ് ബീറ്റ ഈസ് ദ ബീറ്റാത്ത് കോർഡിനേറ്റ് ഓഫ് എക്സ്. നമ്മൾക്കിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അകത്തുള്ള ഒരു ബീറ്റാത്ത് കോർഡിനേറ്റ്, ബീറ്റാത്ത് ഫാക്ടറാണ് എക്സ് ബീറ്റ വരുന്നത്. ആ എക്സ് ബീറ്റയിൽ നിന്നൊരു എലമെൻ്റായ എക്സ് ബീറ്റ എടുത്തു കഴിഞ്ഞാൽ അത് ബീറ്റാത്ത് കോർഡിനേറ്റ് ആയിട്ട് വരുന്ന ഒരു എലമെൻറ്റ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് ആ ഒരു എക്സ് ബീറ്റ കൺസിഡർ ചെയ്യാം, എക്സ് കൺസിഡർ ചെയ്യാം. ആ എക്സിന് പൈ ബീറ്റ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ബീറ്റ ആയിരിക്കും.
സോ എക്സ് ബീറ്റയിലുള്ള എല്ലാ എലമെൻസിനും ഇൻവേഴ്സ് ഇമേജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ പൈ ബീറ്റ ഓഫ് ദ പ്രൊഡക്റ്റ് ഇസ് ഈക്വൽ ടു എക്സ് ബീറ്റ ആണ്. സോ പൈ ബീറ്റ ഈസ് ഓൺ ടു. അപ്പോൾ പൈ ബീറ്റ ഓൺ ടു മാപ്പാണ്. ഇനി നെക്സ്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഫോർ ദാറ്റ് ലെറ്റ് യു ബീറ്റ ഈസ് ഓപ്പൺ ഇൻ എക്സ് ബീറ്റ. പൈ ബീറ്റ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് എന്താ പറയേണ്ടത്? ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നത് എപ്പോഴാണ്? എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് കണ്ടിന്യൂസ് എപ്പോഴാണ്? വൈയിലുള്ള ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് അണ്ടർ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? എക്സിൽ ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ ഞാൻ എക്സ് ബീറ്റയിൽ നിന്നൊരു ഓപ്പൺ സെറ്റ് എടുത്തു, അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് അണ്ടർ പൈ ബീറ്റ കൺസിഡർ ചെയ്തു. നമ്മൾക്കറിയാം പൈ ബീറ്റ ഇൻവേഴ്സ് ഓഫ് യു ബീറ്റ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ദ പ്രൊഡക്റ്റ് ഓവർ ആൽഫ ഇൻ എ യു ആൽഫയ്ക്ക് ഈക്വൽ ആണ്. ആൻഡ് യു ആൽഫ ഈക്വൽ ടു എക്സ് ആൽഫ ഫോർ ഓൾ ബട്ട് ഫോർ ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ. ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ എന്ന കേസിൽ യു ആൽഫകളെല്ലാം എന്തിന് ഈക്വലാണ്? എക്സ് ആൽഫയ്ക്ക് ഈക്വൽ ആണ്. അപ്പോൾ ഈ പൈ ബീറ്റ ഇൻവേഴ്സ് ഓഫ് യു ബീറ്റ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് വരുന്നത്? നമുക്ക് പ്രൊഡക്റ്റ് ടോപ്പോളജിയുടെ ഒരു ബേസിസ് എലമെൻ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ എന്താണ്? എക്സ് ബീറ്റയിലുള്ള ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് അണ്ടർ പൈ ബീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പൺ ഇൻ ദ പ്രൊഡക്റ്റ് സ്പേസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് പറയാം? പൈ ബീറ്റ ഈസ് കണ്ടിന്യൂസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പ്രൊജക്ഷൻ മാപ്പ് ഓൺ ടു ആണ്, കണ്ടിന്യൂസ് ആണ്. നെക്സ്റ്റ് ഓൺ ടു ആണെന്ന് ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് പൈ ബീറ്റ ഓഫ് ദി പ്രൊഡക്റ്റ് ആൽഫ ബിലോങ്സ് ടു എ യു ആൽഫ. നമ്മൾ ഫസ്റ്റ് തന്നെ ഇപ്പം ഫൈനൈറ്റ് കേസിൽ ഞാൻ ഇവിടുന്ന് ഒരു ഓപ്പൺ റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്തു. ഇതിലുള്ള എല്ലാ പോയിൻറ്റ്സിൻ്റെയും ഇൻവേഴ്സ് ഇമേജ്, അതായത് പൈ വൺ എന്ന് പറയുന്ന മാപ്പ് എടുക്കാം. അപ്പോൾ പൈ വൺ ഓഫ് ഓൾ ദ പോയിൻറ്റ്സ് ഇൻ ദിസ് സെറ്റ് എന്തായിരിക്കും വരിക? ഈ സെറ്റിലുള്ള പോയിൻറ്റ്സിൻ്റെ ഫസ്റ്റ് കോർഡിനേറ്റ്സിലോട്ടാണ് മാപ്പ് ചെയ്യുക. അപ്പം നമ്മൾക്ക് എന്ത് കിട്ടും? ഇവിടെ വരുന്ന ആ ഒരു ഓപ്പൺ ഇൻ്റർവെല്ലല്ലേ കിട്ടുക. അതുപോലെ തന്നെ നമ്മൾക്ക് പൈ ബീറ്റ ഓഫ് ആൽഫ ബിലോങ്സ് ടു എ യു ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഡയറക്റ്റ് പ്രൊഡക്റ്റിലുള്ള ബീറ്റാത്ത് കോർഡിനേറ്റ് ആയിട്ട് വരുന്ന സെറ്റ് ഏതാണോ അതിലോട്ടാണ് മാപ്പ് ചെയ്യുക അല്ലേ. ഇവിടെ നമ്മൾക്ക് ഈ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഈ ഇൻ്റർവെല്ലിൻ്റെയും ആൻഡ് അതുപോലെ ഇവിടെ കറസ്പോണ്ടിങ് വരുന്ന ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെയും ഡയറക്റ്റ് സം ആണ്. സോറി, ഡയറക്റ്റ് സം എന്ന് വന്നു പോകുന്നതാണ്. ക്രോസ് പ്രൊഡക്റ്റ് ആണ് നമ്മൾക്ക് ഈ ഒരു ഓപ്പൺ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്പൺ റെക്റ്റാങ്കിളിൻ്റെ ഇൻവേഴ്സ് ഇമേജ് അണ്ടർ പൈ വൺ എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് ഈ റെക്റ്റാങ്കിൾ ഇതിപ്പോൾ യുവും ഇത് വിയും ആണെങ്കിൽ നമ്മൾക്ക് ഈ റെക്റ്റാങ്കിൾ എന്തായിരിക്കും? യു ക്രോസ് വി ആയിരിക്കും. അപ്പോൾ പൈ വൺ ഇൻവേഴ്സ് ഓഫ് യു ക്രോസ് വി പൈ വൺ ഓഫ് യു ക്രോസ് വി എന്ന് പറയുന്നത് എന്താണ്? യു വരും. പൈ ടു ഓഫ് യു ക്രോസ് വി എന്ന് പറയുന്നത് എന്തായിരിക്കും? വി വരും അല്ലേ. അതുപോലെ തന്നെ പൈ ബീറ്റ ഓഫ് ദ പ്രൊഡക്റ്റ് ആൽഫ ബിലോങ്സ് ടു എ യു ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ക്രോസ് പ്രൊഡക്റ്റിലുള്ള ബീറ്റാത്ത് ഫാക്ടറിലോട്ട് പോകും. അതെന്തായിരിക്കും? യു ബീറ്റ. സോ പൈ ബീറ്റ ഓഫ് ദിസ് പ്രൊഡക്റ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? യു ബീറ്റ ആണ്. ആൻഡ് യു ബീറ്റ എന്താണ് നമ്മൾക്ക്? വിച്ച് ഈസ് ഓപ്പൺ ഇൻ എക്സ് ബീറ്റ ആണ്. കാരണം എന്താണ്? നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ അകത്ത് ഓപ്പൺ സെറ്റ്സുകൾ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ പൈ ബീറ്റ ഓഫ് ആൽഫ ബിലോങ്സ് ടു എ യു ആൽഫ എന്ന് പറയുന്നത് യു ബീറ്റ ആണ്. ആൻഡ് ബൈ ദ ഡെഫിനിഷൻ ഓഫ് ദിസ് product we know that u beta is open in x beta. So നമ്മൾക്ക് എന്ത് കിട്ടി? for each beta pi beta is a open mapping. എല്ലാ ബേസിസ് എലമെൻസിൻ്റെയും ഇമേജസ് എന്താണ്? ഓപ്പൺ ഇൻ എക്സ് ബീറ്റ എന്ന് കിട്ടി. അപ്പോൾ റിമൈനിങ് എലമെൻസിൻ്റെ ഇമേജസും എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്തായിത്തീർന്നു? ഓപ്പൺ മാപ്പിംഗ് ആയിത്തീർന്നു. അതായത് പൈ ബീറ്റ ഈസ് ഓപ്പൺ. പൈ ബീറ്റ ഓൺ ടു ആണ്, കണ്ടിന്യൂസ് ആണ്, ഓപ്പൺ ആണ്. സോ ഇതായിരുന്നു നമ്മൾക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഇനി
ഇനി അടുത്ത തിയറാണ്. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. The product topology on this product is the weakest topology that makes all projections continuous. എല്ലാ പ്രൊജക്ഷൻസും കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന വീക്കസ്റ്റ് ടോപ്പോളജിയാണ് എന്തെന്ന് പ്രൂവ് ചെയ്യണം നമ്മൾക്ക്? പ്രൊഡക്റ്റ് ടോപ്പോളജി എന്ന് പ്രൂവ് ചെയ്യണം. പ്രൊഡക്റ്റ് ടോപ്പോളജി ഈസ് ദ വീക്കസ്റ്റ് ടോപ്പോളജി ദാറ്റ് മേക്സ് ഓൾ പ്രൊജക്ഷൻസ് കണ്ടിന്യൂസ്. ഇനി ഒരു ടോപ്പോളജി എപ്പോഴാണ് വീക്കസ്റ്റ് ആണെന്ന് പറയാം? ഇപ്പോൾ രണ്ട് ടോപ്പോളജിക്കൽ സ്പേസസ് ടോ എക്സും ടോ വൈയും ഉണ്ടെന്ന് കരുതാം. ഓക്കെ, വിച്ച് ഇസ് ഡിഫൈൻഡ് ഓൺ ദ സെയിം സെറ്റ് എക്സ്. ഇപ്പോൾ ഇതിൽ ടോ എക്സ് കണ്ടെയ്ൻഡ് ഇൻ ടോ വൈ ആണെങ്കിൽ ടോ വൈ സ്ട്രോങ്ങസ്റ്റ് ആണെന്നും ടോ എക്സ് വീക്കസ്റ്റ് ആണെന്നും പറയും. അപ്പം നമ്മൾക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എല്ലാ പ്രൊജക്ഷൻ മാപ്സും കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന രീതിയിലുള്ള ടോപ്പോളജി, വീക്കസ്റ്റ് ടോപ്പോളജി എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ടോപ്പോളജി ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഈ പ്രൊജക്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന വേറെ ഒരു ടോപ്പോളജി ടോ ഉണ്ടെങ്കിൽ ഇതിൽ പ്രൊഡക്റ്റ് ടോപ്പോളജി കണ്ടെയ്ൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് സപ്പോസ് ടോ ഈസ് എ ടോപ്പോളജി ഓൺ ദിസ് പ്രൊഡക്റ്റ് ദാറ്റ് മേക്സ് ഓൾ പ്രൊജക്ഷൻസ് കണ്ടിന്യൂസ്. ഇതെല്ലാ പ്രൊജക്ഷൻ മാപ്സും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നൊരു ടോപ്പോളജി നമ്മൾ ചൂസ് ചെയ്തു. നമുക്ക് ഓൾറെഡി അറിയാം പ്രൊഡക്റ്റ് ടോപ്പോളജിയിൽ എന്തായാലും ഈ പറഞ്ഞിരിക്കുന്ന പ്രൊജക്ഷൻ മാപ്സ് എല്ലാം കണ്ടിന്യൂസ് ആണ്. ഇനി എന്ത് മാത്രമേ പ്രൂവ് ചെയ്യേണ്ടുള്ളൂ? ആ പ്രൊഡക്റ്റ് ടോപ്പോളജി എല്ലാം തന്നെ പ്രൊഡക്റ്റ് ടോപ്പോളജി ഈ ടോയിൽ കണ്ടെയ്ൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് ഇക്വലൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ടോപ്പോളജിയുടെ സബ് ബേസിസ് ഉണ്ടായിരുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചത്, അത് കൺസിഡർ ചെയ്യാം. ആ സബ് ബേസിസ് ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പോളജിയിൽ കണ്ടെയ്ൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യാം. അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പോളജി ആയതുകൊണ്ട് ടോയിലുള്ള എലമെൻസിൻ്റെ എല്ലാ പോസിബിൾ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻസും യൂണിയൻസ്, ഓൾ ആർബിട്രറി യൂണിയൻസും ടോയിൽ തന്നെ ഉണ്ടായിരിക്കും. ഇപ്പോൾ എസ്സിലുള്ള എലമെൻറ്റ്സ് എല്ലാം ടോയിൽ കണ്ടെയ്ൻഡ് ആയതുകൊണ്ട് എസ്സിലുള്ള എലമെൻറ്റ്സിൻ്റെ ഓൾ പോസിബിൾ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻസും യൂണിയൻസും ഒക്കെ ആർബിട്രറി യൂണിയൻസും ഒക്കെ ടോയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താണ്, അങ്ങനെ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷനും ആർബിട്രറി യൂണിയനും എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ടോപ്പോളജി ഏതാണ്? പ്രൊഡക്റ്റ് ടോപ്പോളജിയാണ്. സോ പ്രൊഡക്റ്റ് ടോപ്പോളജി ടോയിൽ കണ്ടെയ്ൻഡ് ആണെന്ന് കിട്ടും. അപ്പോൾ നമ്മൾ പൈ ബീറ്റ കണ്ടിന്യൂസ് ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർ എനി ഓപ്പൺ സെറ്റ് യു ബീറ്റ ഇൻ എക്സ് ബീറ്റ പൈ ബീറ്റ ഇൻവേഴ്സ് ഓഫ് യു ബീറ്റ എവിടെ ഓപ്പൺ ആയിരിക്കും? ടോയിൽ ഓപ്പൺ ആയിരിക്കും അല്ലേ? പൈ ബീറ്റ കണ്ടിന്യൂസ് ആയതുകൊണ്ട് പൈ ബീറ്റ ഇൻവേഴ്സ് ഓഫ് യു ബീറ്റ ഈസ് ഓപ്പൺ ഇൻ ടോ ഫോർ ഈച്ച് ബീറ്റ ആൻഡ് ഈച്ച് ഓപ്പൺ സെറ്റ് ഇൻ എക്സ് ബീറ്റ എന്ന് കിട്ടി. പക്ഷേ ഈ പൈ ബീറ്റ ഇൻവേഴ്സ് ഓഫ് യു ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? സബ് ബേസിസ് എലമെൻ്റ് ആയിരുന്നു, പ്രൊഡക്റ്റ് ടോപ്പോളജിയുടെ സബ് ബേസിസ് എലമെൻറ്റ്. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? പ്രൊഡക്റ്റ് ടോപ്പോളജിയുടെ സബ് ബേസിസ് എലമെൻ്റ് എല്ലാം ടോയിൽ ഓപ്പൺ ആണെന്ന് കിട്ടി. അതുകൊണ്ട് പ്രൊഡക്റ്റ് ടോപ്പോളജിയും ടോയിൽ കണ്ടെയ്ൻഡ് ആണെന്ന് കിട്ടി. സോ പ്രൊഡക്റ്റ് ടോപ്പോളജി ഈസ് ദ വീക്കസ്റ്റ് ടോപ്പോളജി ദാറ്റ് മേക്സ് ഓൾ പ്രൊജക്ഷൻസ് കണ്ടിന്യൂസ്. ഇനി നമ്മൾക്കൊരു തിയറം തന്നെയാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾക്ക് എക്സ് എന്ന് പറയുന്നൊരു ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ടെന്ന് കരുതുക. ആൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് സം ആർബിട്രറി നമ്പർ ഓഫ് ടോപ്പോളജിക്കൽ സ്പേസസും ഉണ്ട്. ആൻഡ് എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് സ്പേസിലോട്ടുള്ളൊരു ഫങ്ഷൻ ആണെന്ന് കരുതുക. ആൻഡ് നമ്മൾക്കറിയാം പൈ ബീറ്റ എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് എക്സ് ബീറ്റയിലോട്ടുള്ളൊരു ഓൺ ടു ഫങ്ഷൻ ആണെന്നറിയാം. ആൻഡ് പൈ ബീറ്റ പ്രൊഡക്റ്റ് ടോപ്പോളജി ആണെങ്കിൽ പൈ ബീറ്റ കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾക്കറിയാവുന്ന കാര്യമാണ്. ഇനി എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കേ, ഫങ്ഷൻ, ഈ ഒരു ഫങ്ഷൻ്റെ കോമ്പോസിഷൻ ഡിഫൈൻഡ് ആണ്. അപ്പോൾ when we consider the composition of these two function, we will get pi beta composition f, which is a function from x to x beta. And ഈ ഫങ്ഷൻ ഇപ്പോൾ രണ്ട് ഫങ്ഷൻസ് പൈ ബീറ്റ കോമ്പോസിഷൻ എഫും ഉണ്ട്.
we are going to prove that f is continuous if and only if pi beta composition f is continuous. ഇതാണ് നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോകുന്ന തിയറം. A function f from x to the product space is continuous if and only if for each beta in A the function pi beta composition f from x to x beta is continuous. For that, suppose f is continuous. ഇവിടെ ഇപ്പോൾ ഈ തിയറത്തിൽ നോക്കിക്കേ, ഇവിടെ ഏതാണ് ടോപ്പോളജി എന്ന് മെഷർ ചെയ്തിട്ടില്ല. സോ വി വിൽ കൺസിഡർ ദ പ്രൊഡക്റ്റ് ടോപ്പോളജി. സപ്പോസ് എഫ് ഈസ് കണ്ടിന്യൂസ്, ദെൻ പൈ ബീറ്റ നമ്മൾക്കറിയാം ഇത് പ്രൊഡക്റ്റ് ടോപ്പോളജി. ഇവിടെ പ്രൊഡക്റ്റ് ടോപ്പോളജി ചൂസ് ചെയ്തതുകൊണ്ട് പൈ ബീറ്റ ഈസ് ഓൾവേസ് കണ്ടിന്യൂസ്. അപ്പോൾ എഫും കണ്ടിന്യൂസും പൈ ബീറ്റ ഓൾറെഡി കണ്ടിന്യൂസും ആയതുകൊണ്ട് പൈ ബീറ്റ കോമ്പോസിഷൻ എഫും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഈ തിയറത്തിൻ്റെ വൺ സൈഡ് ഒബ്വിയസ് ആണ്. ഇനി സെക്കൻഡ് സൈഡ് പ്രൂവ് ചെയ്യണം. ഫോർ ദാറ്റ്, സപ്പോസ് പൈ ബീറ്റ കോമ്പോസിഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് ഫോർ ഈച്ച് ബീറ്റ ഇൻ എ ആൻഡ് വി നീഡ് ടു, ഓക്കെ ഇത് കണ്ടിന്യൂസ് ആണെന്ന് അസ്യൂം ചെയ്തു. ഫോർ ഈച്ച് ബീറ്റ ഇൻ എ വി നീഡ് ടു പ്രൂവ് ദാറ്റ് once more is continuous for each beta in we need to prove okay ഇതവിടെ സ്റ്റോപ്പ് ചെയ്തു. we need to prove that the function f from x to this product space is continuous. Let B be a basic open set in this product topology. നമ്മൾ പ്രൊഡക്റ്റ് ടോപ്പോളജി ബേസിസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബേസിസിലുള്ള ഒരു എലമെൻ്റാണ് ബി എന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ എഫ് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞാൽ മതി നമ്മൾക്ക്? എഫ് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രൊഡക്റ്റ് ടോപ്പോളജിയുടെ ബേസിസ് എലമെൻസിൻ്റെ എല്ലാം ഇൻവേഴ്സ് ഇമേജ് അണ്ടർ എഫ് എന്ന് പറയുന്നത് എക്സിൽ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദ ഫങ്ഷൻ എഫ് കണ്ടിന്യൂസ് ആയിരിക്കും. For that, let B be a basic open set in this product topology and choose a finite set alpha 1, alpha 2, etc. alpha n in A such that B is equal to the intersection of pi alpha k inverse of u alpha k. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഡയറക്റ്റ് എഴുതിയത്? നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു പ്രൊഡക്റ്റ് ടോപ്പോളജിയുടെ സബ് ബേസിസ് ആണ് എസ്. അപ്പോൾ സബ് ബേസിസിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? അത് ആ ബേസിസിനെ ജനറേറ്റ് ചെയ്തെടുക്കും അല്ലേ? സബ് ബേസിസിലുള്ള എല്ലാ എലമെൻസിൻ്റെയും ഓൾ പോസിബിൾ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ എടുത്താൽ കിട്ടുന്നതാണ് ബേസിസ്. അപ്പോൾ ബേസിസിലുള്ള ഒരു എലമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, ബേസിസിലുള്ള ഒരു എലമെൻറ്റ് ബി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബി എന്തായിരിക്കും? സബ് ബേസിസിലുള്ള എലമെൻസിൻ്റെ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷനായിട്ട് എഴുതാൻ പറ്റും. സോ ഹിയർ നമുക്ക് ഈ ചൂസ് ചെയ്ത ബിയെ എങ്ങനെ എഴുതാം? ഈ പറഞ്ഞിരിക്കുന്നത് പോലെ എസ്സിലുള്ള സം എലമെൻസിൻ്റെ ഇൻ്റർസെക്ഷനായിട്ട് എഴുതാൻ പറ്റും. സോ ബി ക്യാൻ ബി റിട്ടൺ ആസ് ദിസ്, വേർ യു ആൽഫ എന്തായിരിക്കണം? വിച്ച് ഈസ് ഓപ്പൺ ഇൻ എക്സ് ആൽഫ ഫോർ ഈച്ച് കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ബേസിസ് എലമെൻറ്റ് ചൂസ് ചെയ്തു. നൗ കൺസിഡർ എഫ് ഇൻവേഴ്സ് ഓഫ് ബി. ബി എന്താണ്? ഈ എഴുതിയിരിക്കുന്നതാണ്. സോ എഫ് ഇൻവേഴ്സ് ഓഫ് ഈ ഒരു ഇൻ്റർസെക്ഷൻ വരും. നമ്മൾക്കറിയാം ദിസ് ഇസ് ഈക്വൽ ടു ദ ഇൻ്റർസെക്ഷൻ കെ ഈക്വൽ ടു 1 to n എഫ് ഇൻവേഴ്സ് ഓഫ് പൈ ആൽഫ കെ ഇൻവേഴ്സ് ഓഫ് യു ആൽഫ കെ. ഇനി ഈ എഴുതിയിരിക്കുന്നതിന് നമ്മൾക്ക് എങ്ങനെ എഴുതാം? ദ ഇൻ്റർസെക്ഷൻ ഓവർ കെ ഈസ് ഈക്വൽ ടു 1 to n പൈ ആൽഫ കെ കോമ്പോസിഷൻ എഫ് ഓൾ ഇൻവേഴ്സ് ഓഫ് യു ആൽഫ കെ എന്ന് എഴുതാം. ഇനി നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ ഈച്ച് ബീറ്റ പൈ ബീറ്റ കോമ്പോസിഷൻ എഫ് ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കിവിടെ ഫോർ ഈച്ച് കെ പൈ ആൽഫ കെ കോമ്പോസിഷൻ എഫ് കണ്ടിന്യൂസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പൈ ആൽഫ കെ കോമ്പോസിഷൻ എഫ് ഓൾ ഇൻവേഴ്സ് ഓഫ് യു ആൽഫ കെ എന്ന് പറയുന്നത് ഓപ്പൺ ആയിരിക്കും. ആൻഡ് therefore their intersection is also open. അതായത് the intersection k equal to 1 to n
pi alpha k composition f all inverse of u alpha k is open. Hence ഈ ഇൻ്റർസെക്ഷൻ എന്തിന് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തത് എഫ് ഇൻവേഴ്സ് ഓഫ് ബിക്ക്. സോ എഫ് ഇൻവേഴ്സ് ഓഫ് ബി ഈസ് ഓപ്പൺ. സോ ഫോർ ഈച്ച് ബേസിക് ഓപ്പൺ സെറ്റ് ബി, എഫ് ഇൻവേഴ്സ് ഓഫ് ബി ഈസ് an open set and hence we can say that f is continuous. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതിൽ നമ്മൾ ഇങ്ങനെ ഒരു എക്സ്ട്രാ ഒരു ടോപ്പോളജിക്കൽ സ്പേസ് കൺസിഡർ ചെയ്തിട്ട് ആ ടോപ്പോളജിക്കൽ സ്പേസിൽ നിന്ന് പ്രൊഡക്റ്റ് ടോപ്പോളജിയിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. And we can say that this function is continuous if and only if for each beta pi beta composition f is continuous. Okay.